മില്ലീനിയൽസിനെയും ജെൻസിക്കാരെയും വീഴ്ത്താൻ വേണ്ടി സാംസങ് പുതിയ റൈറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് സാംസങ് ഗാലക്സി F36 5G. ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബോക്സിന്റെ ഫിനിഷിംഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫോണിനെ പറ്റി ചെറിയൊരു ഹിന്റ് ഇതിലുണ്ട്. അത് എന്താണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. പസിലൊക്കെ തുറക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ബോക്സ് തുറക്കാം. അടിയിൽ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഈ ബോക്സിലായിരിക്കും നിങ്ങൾക്ക് ഫോൺ കിട്ടാൻ പോകുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തെറിച്ച് നിൽക്കുന്ന കളറിലാണ് നമ്മുടെ ഫോൺ വന്നിരിക്കുന്നത്. ഇത് റെഡ് കളറാണ്. ഒരു ലെതർ പോലിരിക്കുന്ന ആ ഒരു റെഡ് ഫിനിഷിന് നടുവിലായിട്ട് പുതിയ ക്യാമറ മൊഡ്യൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചുറ്റും മെറ്റാലിക് ആയിട്ടുള്ള തിളങ്ങി നിൽക്കുന്ന ഫ്രെയിം ഉണ്ട്. കൈ പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഡെൻസിറ്റിയും ഉണ്ട്. ഒരു ഫ്രഷ് ലുക്ക് സാധനത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ കളർ കൊണ്ട് മാത്രമാണ്, വേറെ എന്തെങ്കിലും ഉണ്ടോ ജെൻസിനെ വീഴ്ത്താനായിട്ട് വിശദമായിട്ട് നോക്കാം. സോ ക്യാമറ മൊഡ്യൂളിൽ നിന്ന് തന്നെ തുടങ്ങാം. നോർമലി കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ്. 3 ക്യാമറാസ് കാണാൻ പറ്റും. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നു. പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുന്ന ക്യാമറയാണ്. ഇതിലെടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടിപ്പിക്കൽ സാംസങ് പെർഫോമൻസ് ആണ്. പഞ്ചി ആയിട്ടുള്ള കളേഴ്സ്, നല്ലൊരു HDR, ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയുണ്ട്. ഇത്തരത്തിൽ മാക്രോ ഫോട്ടോസ് എടുക്കാം. AI സഹായത്തോടു കൂടി ഒരു AI സ്റ്റീരിയോ ഡെപ്ത് മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഇതിലെടുത്തിരിക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ് കാണണം. ഇതിലുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ഹെയർ പോലും കട്ടൗട്ട് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്. നല്ല രീതിക്ക് സെപ്പറേഷൻ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും തമ്മിൽ വരുന്നുണ്ട്. അതിന്റെ കാരണവും ഈ ഒരു AI ഡെപ്ത് മാപ്പ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള പ്രൈമറി ക്യാമറയും ഈ AI ഡെപ്ത് മാപ്പ് ഉള്ളതുകൊണ്ട് നൈറ്റ് ടൈമിൽ ഫോട്ടോ എടുക്കുമ്പോൾ സാംസങ് എന്താ നൈറ്റോഗ്രഫി എന്നാണ് ഇതിനെ പറയുന്നത്. ആ നൈറ്റ് ഫോട്ടോഗ്രഫി അഥവാ നൈറ്റോഗ്രഫി സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല നൈറ്റ് ഫോട്ടോസ് ആണ് ഇതിൽ നിന്നും എടുക്കുന്നത്. നോർമലി എടുക്കുന്ന നൈറ്റ് ഫോട്ടോസ് മാത്രമല്ല, ഈവൻ സബ്ജക്റ്റിനെ നമ്മൾ നിർത്തുമ്പോൾ പോലും ഇരുട്ടത്തും കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും കട്ടൗട്ടായി നൈറ്റ് പോർട്രേറ്റ്സ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ നൈറ്റ് ഫോട്ടോസിൽ പ്രൈമറി ആയിട്ടുള്ള 50 മെഗാ പിക്സൽ ക്യാമറ മാത്രമല്ല, കൂടെ കൊടുത്തിരിക്കുന്ന 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ഇല്ലേ, ഇതും ഓട്ടോമാറ്റിക്കലി ഇരുട്ടാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് മോഡിലേക്ക് പോവുകയും ഇത്തരത്തിലുള്ള നല്ല നൈറ്റ് ഫോട്ടോസ് അൾട്രാ വൈഡിലും എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ നൈറ്റ് ടൈം ഫോട്ടോസ് നിങ്ങളൊരു പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും ഈക്വലി നന്നായിട്ട് നൈറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി മുന്നിലുള്ള ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ്. ആൻഡ് സെൽഫി സാമ്പിൾസ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാംസങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഫോട്ടോ സിഗ്നേച്ചറിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ HDR. ഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് പുറകിൽ ഉള്ളപ്പോൾ പോലും നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഫേസും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ നല്ലൊരു സെപ്പറേഷൻ, ഈക്വലി ലൈറ്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നതാണ്. അത് ഇതിലും കണ്ടിന്യൂ ആവുന്നുണ്ട്. ഇനി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ നമ്മൾ ഗാലറിയിൽ കണ്ടുവരുന്ന ചില AI ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് എഡിറ്റ് സജഷൻസ് കാണും. എന്താണ് ഈ ഫോട്ടോയിൽ ചെയ്യേണ്ടത്, ഫോട്ടോയിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കാണിക്കുന്ന എഡിറ്റ് സജഷൻസ് ഉണ്ട്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോട്ടോയിൽ നിന്നും ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒബ്ജക്റ്റ് എറേസർ അത് അവൈലബിൾ ആണ്. ആൻഡ് ഒരു സബ്ജക്റ്റിനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇമേജിനെ ക്ലിപ്പ് ചെയ്തെടുക്കാം, കട്ടൗട്ട് ആക്കി മാറ്റാൻ പറ്റും. ഇനി OS ഉള്ളത് കൊണ്ട് നല്ല നൈറ്റ് ഫോട്ടോ കിട്ടുമെന്ന് മാത്രമല്ല, ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ വീഡിയോ പെർഫോമൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ 4K 30 FPS സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഔട്ട്ഡോറിൽ വീഡിയോ സാമ്പിൾ എടുത്ത് നോക്കി. ഇതാ ഈ കാണുന്ന പോലെയാണ് ഇതിൽ നിന്നും വീഡിയോ ഔട്ട്പുട്ട് വരുന്നത്. അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ള കളേഴ്സ്, സ്കിൻ ടോൺസ് മാനേജ് ചെയ്യുന്നുണ്ട്. ഈവൻ ഫോക്കസ് പോലും പെട്ടെന്നാവുന്നുണ്ട്. ഓവറോൾ സാംസങ് ഫോൺസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു വീഡിയോഗ്രഫിയാണ്. ആൻഡ് ആ ഒരു വീഡിയോഗ്രഫി തന്നെയാണ് ഇവിടെയും കാഴ്ചവെക്കുന്നത്. സോ വീഡിയോഗ്രഫി വൈസ് കുഴപ്പമൊന്നുമില്ല. ഈവൻ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന 4K 30 FPS വീഡിയോ സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ബാക്കിലൊക്കെ ലൈറ്റ് വരുന്നുണ്ടെങ്കിലും HDR നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി ഫോട്ടോസിലെ AI ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇത് റൺ ചെയ്യുന്നത് One UI 7 Android 15 ബേസ് ചെയ്തിട്ട്. നിങ്ങൾ F സീരീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സർക്കിൾ ടു സെർച്ച് ഉണ്ടായില്ല. ഈ ഫോണിൽ തുടങ്ങി നിങ്ങൾക്ക് സർക്കിൾ ടു സെർച്ച് ലഭിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഹോം ബട്ടൺ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിലുള്ള കാര്യങ്ങൾ സർക്കിൾ ചെയ്ത് സെർച്ച് ചെയ്യാം. എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ടെക്സ്റ്റുമേ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് സർക്കിൾ ടു സെർച്ച് ഓൺ ആക്കിയിട്ട് സൈഡിൽ കാണുന്ന ഓഡിയോ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും കേൾക്കുന്ന എന്തെങ്കിലും ഓഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോനെയും ഇത് സെർച്ച് ചെയ്ത് കാണിച്ചു തരും. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഓൾസോ പവർ ബട്ടൺ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനി അസിസ്റ്റന്റ് ആണ് വരുന്നത്. സോ ജെമിനിനോട് എന്നും ചോദിക്കാം. ഈവൻ ജെമിനി ലൈവ്, അതായത് നമുക്ക് ലൈവായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. ജെമിനി ആയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഈവൻ ക്യാമറ ഓൺ ആക്കി കാണിച്ച് അതിന് ഉത്തരവും കിട്ടും. ഇനി സർക്കിൾ സെർച്ച് പോലെ സാംസങ് ഫോണുകളിൽ വരുന്ന വേറൊരു പരിപാടിയുണ്ട്, AI സെലക്ട്. ഇപ്പോൾ സൈഡിലുള്ള സൈഡ് ബാർ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ AI സെലക്ട് കാണാം. ഇത് വെച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നെങ്കിലും ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ വിചാരിക്കും. ആ
വീഡിയോ ഒരു പോർഷൻ മാത്രം ജിഫായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു എ സെലക്ട് ഉപയോഗിച്ച് ചൂസ് ചെയ്യുക, എന്നിട്ട് കൺവേർട്ട് ടു ജിഫ് കൊടുത്ത് ജിഫായിട്ട് മാറ്റാനായിട്ടും പറ്റും. ഇനി ബാക്കിലുള്ള ഈ തിളങ്ങി നിൽക്കുന്ന ഡിസൈൻ മാത്രമല്ല, ആൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ലിം ആയിട്ടുള്ള ഫോണാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ഇതായിരിക്കാം. കാരണം 7.7 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ആൻഡ് കൈ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ സ്ലിപ്പായി പോവാതിരിക്കാനുള്ള ലെതർ ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് 3 കളേഴ്സിൽ 3 വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ പറയാം കളേഴ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് മുന്നിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് ഇത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. സോ പെട്ടെന്ന് സ്ക്രീൻ സ്ക്രാച്ച് ആവില്ല. ആൻഡ് ഇപ്പോൾ താഴെ ഇടുവാണെങ്കിൽ 2 മീറ്റർ വരെയൊക്കെ താഴെ വീണ് കഴിഞ്ഞാലും സർവൈവ് ചെയ്യുമെന്ന് പറയുന്നു. ബാക്കിലുള്ള അട്രാക്റ്റീവ് കളേഴ്സിന് ശേഷം നമ്മൾ ഫോണിന്റെ മുൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ഇതൊരു 6.7 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ്. സോ കാഴ്ചയിൽ മനസ്സിനെ അത്ര ആകർഷിക്കുന്ന ഡിസ്പ്ലേ ആയിട്ട് തോന്നില്ല എങ്കിലും പെർഫോമൻസ് വൈസ് യാതൊരു കുഴപ്പമില്ല. നല്ല ബ്രൈറ്റ് ആൻഡ് പഞ്ചി ആൻഡ് വിവിഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുന്ന സമയത്ത് 800 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് ആണുള്ളത്. ബ്രൈറ്റ്നസ് ജസ്റ്റ് കൂട്ടുന്നു എന്ന് മാത്രമല്ല, ഈവൻ കളേഴ്സും ആ ഒരു ഓവറായിട്ട് ബ്രൈറ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് സാംസങ്ങിന്റെ വിഷൻ ബൂസ്റ്റർ ടെക്നോളജി ഉണ്ട്. വിഷൻ ബൂസ്റ്റർ ആദ്യമായിട്ട് നമ്മൾ എസ് സീരീസ് ഫോണുകളിലാണ് കണ്ടത്. ആ ഒരു ഫീച്ചർ ഇപ്പോൾ എഫ് സീരീസ് ഫോണിലും വന്നിട്ടുണ്ട്. ഇനി ഈ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സെഗ്മെന്റിലേക്ക് വരുവാണെങ്കിൽ ഇത് റൺ ചെയ്യുന്നത് എക്സിനോസിന്റെ 1380 ചിപ്സെറ്റ് ആണ്. ഈ ചിപ്സെറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ AnTuTu സ്കോർ റൺ ചെയ്ത് നോക്കി. ഈവൻ ഇതിന്റെ സ്റ്റോറേജ് സ്കോറും റൺ ചെയ്ത് നോക്കി. ഗെയിമിംഗ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഗെയിമിംഗ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ല, നമുക്ക് ഗെയിം കളിക്കാം. പക്ഷേ ഹീറ്റ് ആകുന്നില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇതിനകത്ത് വേപ്പർ കൂളിംഗ് ചേമ്പർ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഡേ ടു ഡേ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ടാസ്ക് ചെയ്യുക, ആപ്സ് തമ്മിൽ സ്വിച്ച് ചെയ്യുക, ആപ്പ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇതിലൊന്നും യാതൊരു സ്റ്റട്ടേഴ്സ് ലാഗ് ഗ്ലിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി One UI 7 വെൽ ഓപ്റ്റിമൈസ്ഡും കൂടിയാണ്. ഈ സ്ലിം ആയിട്ടുള്ള ഫോണിൽ 5000 mAh ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. പ്ലസ് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് നിങ്ങൾക്ക് കേബിൾ മാത്രമാണ് ലഭിക്കുന്നത്. സോ നിങ്ങൾ 25 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറിൽ കുത്തിക്കഴിഞ്ഞാൽ PPS ചാർജറിൽ കുത്തിക്കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് എഴുതി കാണിക്കും. പക്ഷേ ഈ പ്രൈസ് സെഗ്മെന്റിൽ പല ഫോണുകളും കൊടുക്കാത്ത ഒരു കാര്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 6 ജനറേഷൻ്റെ OS അപ്ഡേറ്റ്സും 6 വർഷത്തിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അപ്ഡേറ്റ്സ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, ലോങ് ടേമിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ലഭിക്കും. കൂടാതെ സ്മാർട്ട് ഫോണിൽ അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഡെബിറ്റ് കാർഡ്സ് ഒക്കെ ആഡ് ചെയ്ത് വെക്കാം. യെസ്, NFC സപ്പോർട്ട് ഉണ്ട്, സാംസങ് വാളറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. ആൻഡ് സെക്യൂരിറ്റി വൈസും ഇതിനകത്ത് സാംസങ് നോക്സ് ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. AnTuTu സ്കോർ റൺ ചെയ്യാൻ വേണ്ടി AnTuTuയുടെ APK ഡൗൺലോഡ് ചെയ്യണം. സോ ഞാൻ ഡൗൺലോഡ് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി. ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയ ഉടനെ തന്നെ അതങ്ങ് ബ്ലോക്കായി. ബിക്കോസ് ഇതിനകത്ത് ഓട്ടോ ബ്ലോക്കർ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അപ്പോൾ അറിയാതെ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് സെക്യൂരിറ്റി പ്രശ്നമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ചെയ്യും. സെക്യൂർ ഫോൾഡർ ഉണ്ട്. സോ സെക്യൂരിറ്റി വൈസ് ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, One UI 7ന്റെ നൗ ബാർ ഫീച്ചർ ലൈവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണാനായിട്ട് ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജഗിൾ ചെയ്ത് പോകാൻ പറ്റുന്ന നൗ ബാർ ഫീച്ചറും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നൗ ബാർ ഫീച്ചർ അവിടെ ഉണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനർ എവിടെയാണെന്ന് വെച്ചാൽ അത് സൈഡിലാണ്. യെസ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത് പവർ ബട്ടണിൽ തന്നെ. ആൻഡ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സിം സ്ലോട്ട് ഉണ്ട്. ഇതൊരു ഹൈബ്രിഡ് സ്ലോട്ട് ആണ്. യെസ്, നിങ്ങൾക്ക് SD കാർഡ് ഇടാനായിട്ട് പറ്റും. ആൻഡ് താഴെയായിട്ട് നിങ്ങൾക്കൊരു സിംഗിൾ ഡൗൺ ഫയറിംഗ് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറും കൂടിയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രൈസ് എത്രയാണ് എന്ന് എനിക്കറിയില്ല. ബട്ട് അണ്ടർ 20K ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സെയിൽ ഡേറ്റിംഗ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ മില്ലേനിയൽസിനും ജെൻസിനൊക്കെ ക്യാമറയും പോപ്പി ആയിട്ടുള്ള കളേഴ്സും വെച്ച് സാംസങ്ങിന് വീഴ്ത്താൻ പറ്റിയോ ഇല്ലയോ എന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.